ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ ടെക്കീസ്. ഇന്ന് ഞാൻ മാത്രമല്ല, വേറെ ഒരുത്തനെവിടെ ദേവനെ ഒളിച്ചിരിക്കാണ്. അതിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാ? ഓക്കെ, വയലടക്കാണ് പോകുന്നത്, കോഴിക്കോട്. എവിടെയാന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ബാക്കി വ്ലോഗിൽ തന്നെ കാണിക്കാം. എൻ്റെ കമ്മലെങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? ഇതാണ് പൂക്കി വൺ. ഓക്കെ, പൂക്കി ഒരു സ്മൈൽ എടുക്കും. കട്ട് ചെയ്യാൻ പറയുന്നത്. കാക്കപ്പുളി കണ്ടിട്ടില്ലാത്തവർ, ഇതാണ് കാക്കപ്പുളി. ഇതും പറഞ്ഞാണ് നമ്മൾ കളിയാക്കുന്നത്. കാക്ക നല്ല വൃത്തിക്ക് കുളിക്കുന്നുണ്ടല്ലോ. കാക്കയ്ക്ക് വൃത്തിയുണ്ട്, നമ്മളെ പോലെ നല്ല നല്ല കുടി കുളിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ച് വന്ന് നമുക്ക് തെറ്റി. ഇവിടെ ഫുൾ ആൾക്കാരുണ്ട്. ഈ റോഡിൽ കൂടെ നമ്മളെ വണ്ടി പോകുന്നില്ല. സോ താഴെ പാർക്ക് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് അടിച്ച് പോയിട്ടുണ്ട്. റോഡ് ഭയങ്കര ചെറുതാ. എനിവേസ്, ഇതാണ് മേമ. നമ്മൾ താഴെ വണ്ടി നിർത്തി നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് അത്ര കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആ. മനസ്സിലാം, അവർ നമ്മളെ കൂടെ വന്ന, പക്ഷെ അവർ കുറച്ച് ഫ്രണ്ടിലാണ്. കൂട്ടത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് എനർജി കുറച്ച് കുറവുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇവളെന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ട് വേണം എനിക്ക് തിന്നാൻ. അത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് എനർജി വരും. ഇതാണ് ഇവിടേക്കുള്ള വഴി. സ്ട്രേഞ്ച് വഴിയാണ്. ഒരാൾക്ക് നടന്നു പോവാം. കിതയ്ക്കുന്നു കേസ്. 2 അടി വെച്ചപ്പോഴേക്ക് നമ്മൾ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടല്ലോ. എൻ്റെ എനർജീൻ്റെ രഹസ്യം എന്താ? എന്താ രഹസ്യം? ഓഹോ, അയ്യോ, മഴ വരാൻ പോകുന്നെന്ന് തോന്നുന്നു. വ്യൂ ഉണ്ടോ? അമ്മേ, നമ്മളെ കോസ്റ്റ്യൂം ഭയങ്കര റോങ് ആയിപ്പോയി. ഞാൻ പറഞ്ഞേ, ഇപ്പൊ കറക്റ്റല്ലേ? അയ്യോ, ജസ്റ്റ് മിസ്. ഈ കാറ്റൊക്കെ കണ്ടിട്ട് മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ നല്ല പൂവുണ്ട്. കണ്ട, അടിപൊളിയല്ലേ? പിങ്ക്, നോ സം അതർ കളർ. നമ്മൾ വ്യൂ പോയിന്റ് എത്തി. ഇതാണ് നമ്മളെ ചേട്ടൻ. ലൈവല്ല, വീഡിയോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇവർ സൈഡിലിരുന്ന് കാറ്റൊക്കെ ആസ്വദിക്കുന്നു. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന വെള്ളമില്ലേ, വെള്ളം തീർന്നുപോയി. ഇവിടെ ഇനിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കുറേ പേരുണ്ട്, നമ്മൾ മാത്രമല്ല നിൽക്കുന്നത്. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, ഇവിടുത്തെ 2 ഗേൾ കുക്കീസാണ്. കാരണം ആക്ഷൻ പോസ്റ്റ് ഇട്ടോ. ഇതാണ് പോസ്റ്റ്, നല്ല പോസ്റ്റ്. ഇതാണോ നല്ല പോസ്റ്റ്? ഇതാണ് എൻ്റെ മാക്സിമം. ഫുള്ളിട് 100. തീർന്ന് അവൻ്റെ തീർന്ന്. അടുത്തത് പിന്നെ എന്താ പൂക്കളുള്ള ഷർട്ട് ഇട്ടേ? ഞാൻ പൂക്കിയതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ ആരും ഒന്നും മിണ്ടല്ലോ. സ്റ്റാച്ചു പോലെ നിൽക്കുന്നുണ്ട്. ക്യാമറ ഓണെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ മിണ്ടലേസ്. എങ്ങനെ ഇരിക്കണ്? ഞാൻ എടുത്തരാം. ഇതിലൊന്നും ഇല്ല, നിങ്ങളൊക്കെ ബാക്കാ കിട്ടുന്നത്. ഫ്രണ്ട് കാണിക്കും, ഫ്രണ്ട് ഇവിടെ ആ
സിംഗിൾ ഫോട്ടോ എടുക്കാൻ പോയി നിൽക്കുന്ന അവളുടെ ഗതികേട് കണ്ടോ. അവിടെ കേറിയപ്പോ തൊട്ട് അവള് ഫാമിലിയായി. ഇവിടെ കോട വന്നു തുടങ്ങി. നല്ല തണുപ്പുണ്ട്. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് മാത്രമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവിടെ ഫുൾ ആൾക്കാരാണ്. ചിന്നു ഇങ്ങോട്ട് നോക്ക്. ചിന്നുവിന് നാണം വരുന്നു ഗൈസ്. ചിന്നു നോക്ക്, നോക്കട്ടെ. കണ്ടോ ഗൈസ്, നാണം കണ്ടോ? കൊച്ചിന് നാണാവുന്നു. ചിന്നു ഫേസ് റിവീൽ ചെയ്യ്. ചിന്നു റിവീൽ ചെയ്യ്. ഈ കൊച്ചിന് കല്യാണം നോക്കുന്നുണ്ട്. കാണാൻ സുന്ദരനും സുമുഖനായ ഇതിനല്ല കേട്ടോ, അതിന്റെ ഓൾറെഡി കഴിഞ്ഞതാ. ബാക്കിലുള്ളതിന്റെ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ ചെറുപ്പക്കാരനെ തേടുന്നു. ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, നിനക്ക് ഭ്രാന്തായി. കോടന്റെ വീഡിയോ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അൽ അഭിരാം കണ്ണൻ. കിട്ടിയോ? കിട്ടിയടാ, എടാ പറയടാ. കഷ്ടപ്പെട്ട് ആ പാറേന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനാ പോകുന്നത്. ടീച്ചൊന്നുമില്ല. കഷ്ടപ്പാടുണ്ടോ? അടുത്ത ആള് ക്യൂല. അടുത്ത ആള് ചാടാൻ പോന്നു. ഇവിടുന്ന് കാണുമ്പോ അത്ര സീനൊന്നുമില്ല, പക്ഷെ ആ ചെറിയ പാറന്റെ മുകളിൽ നിന്ന് കേറി അപ്പുറത്തേക്ക് കയറാൻ കുറച്ച് പാടുണ്ട്. അറ്റത്ത് കയറി നിൽക്കുന്നുണ്ടോ? നല്ല പേടിയുണ്ട്, പക്ഷെ പേടിയില്ലാത്ത പോലെ അഭിനയിച്ചാണ് ഫോട്ടോ എടുക്കുന്നത്. ഇവളെ പേടി കുറയ്ക്കാൻ വേണ്ടിയാണ് ചേച്ചിനെ വിളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയോ? ഓ, ഭയങ്കര ത്രില്ലാന്ന് തോന്നല്ലോ. അതെ അതെ, അത് വീട്ടിൽ കാണിക്കാം ഞാൻ. നീലക്കുയിലിനാണ് നമ്മളെ വ്ളോഗിനെ വിളിക്കുന്നത്. വ്ളോഗ് ഫസ്റ്റ് ആണ്. രണ്ടുപേരും ഫ്രണ്ട് നടക്കുന്നുണ്ട്. നല്ല വൈബുണ്ടായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ചെറിയൊരു ഇടവഴി മനസ്സിലേ, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് ചെറിയ കാട് പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് എന്താ പറയാ, കാടിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന കുറച്ച് സൗണ്ട്സ്. പൂക്കിമോൻ ഫ്രണ്ടിലുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും നയിക്കുന്ന ഇവനാ. ഗൈസ്, ഈ ജീവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ടു ബിഗ്. ഇത് മറ്റേ തേരട്ടിന്റെ വലിയ വേഷനാണ്. വേണ്ട, ഇവള് പണ്ട് പിടിക്കായിരുന്നു ഗൈസ്. കയ്യിലെടുത്ത് ആൾക്കാർക്ക് കൊടുക്കായിരുന്നു. ഇതിന്റെ ചെറിയതിന് എടുത്തു ഒരെണ്ണത്തിന്. എന്റെ ചെറുതിനെ കൊടുക്കാം. പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ നമുക്ക്. ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടോ? പുളിമിഠായി. അടിപൊളി. സ്ഥലത്തൊക്കെ പോയി തിരിച്ചു വന്നു. ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ. വേറെ നല്ല ചായക്കടയിൽ കിട്ടിയില്ല. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയിൽ കയറി. ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. വിശന്നിട്ട് എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വിശന്നിട്ട് ഒരു 8 മണിയായി. വൈകിട്ട് ചായ കുടിക്കുന്നത് നല്ല കുടിക്കുന്നത്. ഇന്നത്തെ വയനാട് ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സമയം കുറഞ്ഞു പോയോ? കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. ഫോഗ് ഉണ്ടായിരുന്നു. ലൈക്ക് പറഞ്ഞ വാഗ്ദാനം ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി അത് പറയാൻ തോന്നിയ സമയത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു. പക്ഷെ നമ്മളിവിടെ അധികം സ്പെൻഡ് ചെയ്യിക്കുന്നില്ല. ഒരു 2-3 ലോഡർ ഫ്രൈസും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വന്നല്ലോ.
ഇവളൊരു കലാകാരിയാണ്, ഇവളെ ഇതാണ് ഇവളെ ആർട്ട്. ഇപ്പൊ ഈ ചായ കൊണ്ടുവന്ന് വെച്ചല്ലോ, ഒറ്റ തട്ട്. എന്തോ നമുക്ക് ചായ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത്. കണ്ടോ, ഇവക്കിപ്പോ ചായനോട് ദേഷ്യം എന്താന്നറിയോ? ചായ കൊടുത്ത് കൊടുത്ത് മടുത്തെന്ന് പറയുന്നു. നമുക്ക് ഒന്നും അറിയാത്ത പോലെ, അതാരെ തട്ടിട്ടെന്ന് പോലെ. ഇനി ചായ ഒന്നും കിട്ടുന്നില്ല, ഒറ്റ ചായ തരുള്ളൂ. വേറെ ചായ കൊടുക്കല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ പറയണം മിസ്റ്റർ. ആ ചെക്കന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നടത്തത്. ഞാൻ ലൈറ്റ് ചായ പറഞ്ഞായിരുന്നേ, നല്ല കടുപ്പാണ്. ഇവളെന്താ പറഞ്ഞ അറിയോ, എനിക്ക് കുറച്ച് കടുപ്പം വേണം. നമുക്ക് കടുപ്പം കൂടെ ചായ വേണം എന്നാണ് പറഞ്ഞത്. ചായ ലോഡഡ് ഫ്രൈസ് കുറച്ച് നാണം വരുന്ന ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ. ഒരു കോക്കോട് കൂടുതലാ എന്ത് ഫ്രൈസോ? നമ്മളെല്ലാ പരിപാടിയും ഇന്നത്തെ തീർത്തു. ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. എന്നാ ബൈ പറ. ബൈ.